വിഷുവിൻ്റെ തിരക്കുകളാണ് കേട്ടോ. തിരക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായസമായി. അമ്മൂട്ടിക്ക് പാലട വേണം പറഞ്ഞ് പാലട ഉണ്ടാക്കി. അപ്പോൾ അമ്മൂട്ടിക്ക് പാലട എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വെള്ളപ്പായസമാണ്. അതിനിതാ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടില്ലേ, കുറുക്കാണ് കേട്ടോ. ഞാൻ വേണ്ടോ കുറുക്കനായിക്കോട്ടെ. അത് ഇത് കത്തിക്കുമ്പോ എന്തൊക്കെ ഉണ്ടാക്കിന്ന് കാണിച്ചേ. വാ കാണിച്ചു തരാട്ടോ. നല്ല ഉടഞ്ഞോട്ടെ ചോറ്. പാലട, പപ്പടം, സാമ്പാർ, എന്താ ഇത് കാണിക്കാൻ പറ്റി, അച്ചാറ്, ഓലൻ, മസാലക്കറി, വിയല്, കാളൻ, മുട്ടക്രോസ് ഉപ്പേരി, മസാലക്കറിയാണ് കേട്ടോ. പിന്നെ പുളിയഞ്ചി. ദാ അമ്മ കുറേ ദിവസമായില്ലേ, അമ്മ എവിടേക്കാ പോയി അമ്മ ദാ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയുണ്ട്, അനിയൻ്റെ കുട്ടിയുണ്ട്. അമ്മേനെ ചോദിക്കന്നെ എവിടെയാണ്, അമ്മേനെ കാണാനില്ല, അമ്മ എവിടേക്കാ പോയി. ഇടയ്ക്കിടയ്ക്ക് എവിടെ ഇത് അപ്പൊ കയ്യിലല്ല. അപ്പൊ അമ്മ അത്ര പോരെ പാല്, തേങ്ങാപ്പാല്, തേങ്ങാപ്പാല് ഒഴിക്കട്ടെ. ഇതില് കുറച്ച് വെള്ളം കൂടി ആക്കിയതാണ്. അപ്പൊ ഒന്നും കൂടി കുറച്ച് വെള്ളം കൂടി ആക്കിയതാണ്. ഇവിടെ ശർക്കര പായസം അമ്മയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ ഏട്ടൻ കുറേ ദിവസമായി പറയുന്നു. അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഷുഗർ തന്നെ അട കുറേ തിന്നു. ഇനിയിപ്പോ പായസം മധുരം തിന്നില്ല. അച്ചുട്ടി അവിടുന്ന് കണിയെടുത്ത് മാറ്റിക്ക. അത് ഞാൻ ഇരുന്ന് കുറുകിക്കണതേ. എന്താ നമ്മളിതില് ജീരകം, ഏലക്കായ ഇട്ടണോ? ഏലക്കായ എവിടെ? ഏലക്കായ്ക്ക് തന്നില്ലാരും. അതന്നെ ഞാനില്ലേ എല്ലാവരും ഞാനിങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും പറ്റില്ല. ഇത്ര നേരം ഞാൻ ഇറക്കിയിരുന്നു കേട്ടോ. എന്താ ഭണ്ടാരി? ഞാൻ പറയുന്നില്ല ഭണ്ടാരി. എന്താ സൂര്യ ഈ തെക്കോടൊക്കെ നടക്കാറില്ലേ? നടക്കാതെ പൊടിച്ചു കൊടുക്കാറില്ലേ? അവള് വീട്ടിക്ക് പോകാനുള്ളത് ഒരുക്കിയേക്കണ്ടേ? അവിടെ ഇങ്ങനെ ഒരുങ്ങി നിക്കാണ്. ചോറ് തന്നിട്ട് വയറ്റിലായിട്ട് വേണം പായ വെച്ചിട്ട്. ഈ കോലത്തിൽ നിന്ന് പോവരുത് കേട്ടോ. പാവന്റെ സതീശൻ നടക്കടാട്ടോ. ഒരു കാതിലിട്ടിട്ട് ഒരു കാതിലിടാതെ നടക്കണതേ. അത് അവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നടക്കണം അല്ലേ അമ്മ? മതി ഇതാ പോരെ, മത അത്ര കുറുകിയ പോരെ. അപ്പം ഇവിടെ പായസമായി. എന്താ ഒരു പായസേ വെക്കുള്ളൂ. അപ്പം അമ്മൂന് വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അത് കാരണം ഞാൻ വെച്ചതാട്ടോ. ഇനി അമ്മൂന് അതൊരു വിഷമാവണ്ടല്ലോ. എവിടെ ഞാൻ കൈക്കല തുണിക്കാ ഓടുന്നത്. അതിപ്പോ കൈക്കല തുണിക്ക് അറിയില്ലല്ലോ നീ എന്തിനാ ഓടണെന്നുള്ളത്. ഒന്ന് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയിട്ട് എന്താ അറിയാനാണ്? നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. രാവിലെ 4 മണിക്ക് നീച്ചതാണ്. ആ പിന്നെ ഇനി വേറെന്തൊക്കെ കാര്യങ്ങൾ നടക്കണ സുകന്യേ. ആ ഏട്ടാ പിന്നെ എന്നെ പുറപ്പെടുവിച്ച് വിട്ടാക്കണ്ടേ? അവിയല് ഞാനരിഞ്ഞ്, മസാലക്കറിക്ക് ഞാനരിഞ്ഞ്, സാമ്പാറിന് ഞാനരിഞ്ഞ്, ഓലന് ഞാനരിഞ്ഞ്. അമ്മു മസാലക്കറിക്കുള്ള ഉള്ളി തക്കാളിയും അമ്മ അരിഞ്ഞു. പിന്നെ ഉപ്പേരിക്കുള്ള മുട്ടക്രോസിനുള്ളതും അമ്മ അരിഞ്ഞു കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയില്ല. ആ മാറ്റി വെക്കട്ടെ. എന്താ മുട്ടി ചെയ്തു തന്നെ പറയട്ടോ. വാങ്ങട്ടെ അമ്മു? അമ്മ തെറ്റി. അമ്മ തെറ്റീനോട് കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങിയാലോ? അതിൽ ചോറ് ഇങ്ങനെ തന്നെ അല്ലേ അമ്മ? ഇനി കുറുകില്ലേത്? അങ്ങനെ തന്നെയാണോ? കുടിച്ചു നോക്കിയോക്ക്. വേണ്ടപ്പോ
എനിക്ക് വയറ് നിറച്ച് ചോറിനണം. എനിക്ക് വയറ് നിറച്ച് ചോറിനണം. വാ ഇനി ഇതിന്റെ അടപ്പ് എവിടെ? എവിടെ? അവിടെ ഇവിടേക്കാ കൊണ്ടുവന്നല്ലേ എല്ലാം ഇവിടെ തേങ്ങ ഇതാക്കിട്ട് അവിടെ വെച്ച് ദാ, അല്ല ഇവിടെ ഉണ്ട് സാധനം ഇതിന്റെ അടി ഇല്ലാന്ന്. ദാ, നീ വാടല വാ നമുക്ക് കഴിക്കില്ലേ അപ്പൊ? ഫോൺ സൗണ്ട് ഇറക്കി. ഫോണ് അമ്മ 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 പപ്പടം പൊന്നു എന്റെ കുട്ടി ഇരിക്കുന്നില്ലേ? അച്ചോട്ടി ഇരിക്കുന്നില്ലേ? ഇവിടെ ഇരുന്നോ? ദാ, കുട്ടി ഇലയിലിരുന്നോ? എന്താ വേണ്ട പൊന്നിന്? ഫോണാ വേറെ ഒന്നും വേണ്ട അതിന്. എന്താ സുഖനി കാണിക്കണേ? നീ ഇങ്ങോട്ട് ഞാൻ എന്താ വിളമ്പട്ടെ? അല്ലെങ്കിൽ നീ വിളമ്പ്. കുട്ടികൾക്ക് ഇതാ ചോറ് ചോറ് അതൊന്നും സാരമില്ല. ആകെ വേണ്ടത് കഴിച്ചോ. എന്താ കുഞ്ഞ് നീ ഇടങ്ങറായിട്ടിരിക്കണ്? നേരക്ക് ചോറിനാനെ ഇരിക്കണെന്നുള്ള പപ്പടം എടുത്തിട്ട് പോയോ? നീ ഇടങ്ങറായിട്ട് ഇത് കഴിക്കോ? അത് നമുക്ക് കഴിച്ചാ കൊണ്ടുവരും അവിടെ ഉണ്ട് ഇവിടെ. കണ്ണന് പച്ചക്കറി ഇഷ്ടാ? എടോ എടാകുടത്തിൽ വന്നിരുന്ന എങ്ങനെയാടാ വിളമ്പി കൊടുക്കുക? കുട്ടിക്ക് അതേ ലീറ്ററിനേ പൊന്നിന്റെ ഇലേതാ അച്ചോട്ട് ഇലേതാ അവിടെ. വാടി വാടി കഴിക്കട്ടെ. തൈര് വേണോ? എന്നാ കുട്ടിക്ക് ലാസ്റ്റ് വിളമ്പി തരാം കേട്ടോ. അവർക്കെന്നെ കൊടുത്തോളി. എന്നാ എന്നാ കിച്ചു പൊന്നു ലാസ്റ്റ് വിളമ്പ കേട്ടോ. എന്നാലേ സാമ്പാർ മാറട്ടെ. ഇങ്ങോട്ട് ഇരിക്കും. എന്താണ് എന്താണ് എന്താ പ്രശ്നം? അപ്പൊ ഇവിടെ സ്ഥലേ കുട്ടി വിരിച്ചു കൊടുത്ത് കൊടുക്കില്ല. തരും 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 കേട്ടോ. എന്റെ കുട്ടിക്ക് തരും. തരാ ഇത് ഇതാ സാമ്പാർ മുല്ലക്കായും വെണ്ടയ്ക്ക് പുളിയും ചീട്ടിയോ? ഇനി എന്താ നിനക്ക് കിട്ടാത്ത ഓലനോ? ആ ഓലൻ അച്ഛന കുട്ടികള് വലിയ കുട്ടികളായതാണ് കുഴപ്പേ. അങ്ങോട്ട് കൊടുക്കുക. ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. തൈര് വേണോ? വേണോ? തൈരുണ്ട്. ചോറ് കൊടുത്താ ആദ്യം തോന ചോറ് കൊടുക്ക്. പുളിയഞ്ചി ആ മതി 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 മതി. അത്ര തോന മതി. അതില്ലേ കോഴിയിറച്ചി വേണോ? കുഞ്ഞുണ്ണിക്കൊക്കെ കൊടുക്ക്. എച്ചി വേണോ? തിരക്കി 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 സെറ്റ് ഉള്ളിലേക്ക് എത്തിപ്പോ. അതാ കാളനെ കൊടുത്തേക്കണത്. വെള്ളം എടുത്തിട്ട് തോന കഴിക്കുന്ന ഒരാള്. കുഞ്ഞാ നിനക്ക് എന്താ വേണ്ട? തൈര് വേണോ? തൈര് എടുത്തിട്ട് ആ സ്പൂണ്ട് രസണ്ടാ. ആ ഫാനിട് കഴിക്കട്ടെ കുട്ടികൾ. ഏട്ടാ ഇനി നമ്മള് കഴിക്കണെടുക്കാം. കുട്ടികൾ കഴിച്ചോട്ടെ. ഫാന് ഇന്നെങ്ങണ്ട് സുനി നല്ല വിശക്കണില്ലേ? എന്താ ഡോക്ടറെ കണ്ടോട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നോണ്ട് നമുക്ക് വിശപ്പില്ല പറയാന്. ഞാൻ എന്തേ പോരെ സുനി നല്ല
ചൂടായിക്കണം. തടിയൊക്കെ ഒന്ന് ഉസാറായാലേ. പേര് കൊടുക്കുക അവിടേക്ക് വെക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു സദ്യ കഴിച്ചോ അല്ലേ? നിലത്തിരുന്നിട്ടേ കഴിക്കാൻ പറ്റണില്ല കേട്ടോ. നിലത്തിരുന്ന് കഴിക്കാൻ പറ്റായൊന്നുമില്ല, ശ്രമിച്ച പറ്റൊക്കെ ചെയ്യും. അവിയലെടുത്തിട്ട് വാ. റിസ്ക് എടുക്കണ്ടേ? ഇതാ കണ്ട അച്ചാറ്, മസാലക്കറി, കാളൻ, ഓലൻ, പുളിയേഞ്ചി, പപ്പടത്തിൽ പൊള്ളം കൂടുതലാണ്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഉപ്പേരി. അവിയലെടുക്കുക, ഉപ്പേരി ഇങ്ങോട്ട് എടുക്കുക. ഇനി ഞങ്ങൾക്ക് അടുത്ത സദ്യ കിട്ടുമല്ലോ, കണ്ണേട്ടൻ്റെ ഉണ്ണിയുടെ പേര് കണ്ണേട്ടന. കണ്ണേട്ടന് ചോദിക്കാൻ പേര് കണ്ണേട്ടൻ തന്നെ അറിയണ്ടാവൂ. എന്താണ് പേര്? ഇപ്പൊ പറയില്ല അത്. എന്ത്? ഓ അങ്ങനെയാണോ? അത് ശരി. ഓ സർപ്രൈസ് ആണപ്പോ. അല്ല സമ്മതിക്കണം, ഇങ്ങനെ ശരിയാവില്ല കണ്ണ. നമ്മളിതൊക്കെ പറയണം നീ കേട്ടോ. നമ്മള് വീഡിയോയില് പറഞ്ഞാലോ? ആ അതുകൊണ്ടാണ് അല്ലേ വീഡിയോ എടുക്കണ്ടല്ലോ അല്ലേ? അത് ശരിയാ. ചായ ആർക്ക് ചായ? അത് ചായല്ല, പായസ. സാമ്പാർ എടുക്ക. സാമ്പാർ, മോര്. സാമ്പാർ എവിടെ? അത് സാമ്പാറല്ല, അത് പായസ. കണ്ടോ, എല്ലാവർക്കും പാൽപ്പായസേ വേണ്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ പാൽപ്പായസം, വലിയവർക്കൊക്കെ ചെറുപയറും. മസാലക്കറി വിളമ്പിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ ഉപ്പേരി വിളമ്പിയിട്ടില്ല. ഇവിടെ ഉപ്പേരി വിളമ്പിയിട്ടില്ല. ഇതാ ഉപ്പേരി നിന്റെ മുമ്പിലേ. അമ്മ ഇരുന്നോളി. കഴിച്ചോളി. ഇനി ഒരാൾക്കും കൂടി വിളമ്പാണ്ടല്ലേ നമുക്ക്? ഒരാൾ കൂടെ ഉണ്ടോ നമ്മുടെ വിളമ്പേ? ചോറ് വിളമ്പണ്ടേ? അമ്മ എവിടെ ഈ കിണ്ണത്തിലാ കഴിക്കണേ? ഞാൻ ആദ്യം നിലത്തേക്ക് ആദ്യം ആക്കണോ? എടുത്ത് കഴിച്ചോളും. പ്ലേറ്റിലല്ലേ? പ്ലേറ്റിലല്ലേ, ഞാൻ വിളമ്പി കൊടുക്കാം. എൻ്റെ കുട്ടിച്ചോറ്. വാ പൊന്നാ സതിയേട്ടോ, വാ കഴിക്കുക. അപ്പൊ ഇല്ലേ വാ, ഞങ്ങക്ക് വിളമ്പി തരാൻ ആരാ? കഴിച്ചോളുന്നോ? ഞങ്ങക്ക് വിളമ്പി തരാൻ ആരാ? തീരുമാനക്കാക്കി ഞാൻ തുടങ്ങും. ഉണ്ട് വെള്ളങ്കാട്ട് പറ്റിച്ചു പണി. അതെ മുളകോ? ഒരത് വെള്ളങ്കാട്ട് പറയോ? വേറെ വായ കഴിക്കുക. അപ്പൊ നമ്മള് കഴിച്ചിട്ട് കാണാട്ടോ. സെറ്റി ഇവിടെ എത്തി. നമ്മളതിന് കണി വെച്ചത് അവിടെ ഇല്ലേ, സ്ഥലം ഒരുക്കിയതാ. മുകളിൽ വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ മുകളിൽ ഞാൻ വന്നു ഈ 18-ാം പടി കയറിയിട്ട് അവിടെ അപ്പം അത് സുകന്യയും കുട്ടികളൊക്കെ പോയിട്ടോ, വിരുന്ന് പോയി. അവിടെ ഇനി ആക്കണ്ട, സുകന്യയും കുട്ടികളും പോയി, ഞങ്ങൾ മാത്രമായി അല്ലേ? അങ്ങനെ പറഞ്ഞ് വിഷുവും കഴിഞ്ഞു. ഇനി വിഷുവിൻ്റെ അടുത്ത വർഷം വിഷു അല്ലേ? അടുത്ത എത്ര വർഷമായി പറച്ചിലാണല്ലേ? അങ്ങനെ എന്തായാലും ഈ വർഷം നമുക്കത് സാധിച്ചു.
ഇവ കഴിക്കാൻ വരില്ലല്ലോ കഴിക്കാൻ. അടുത്ത അടുത്ത പ്രാവശ്യം ഉത്രാടം ദിവസം ഇവിടെ, തിരുവോണം ദിവസം തറവാട്ടിലേ. അങ്ങനെ ഓരോ പ്രാവശ്യം ഇക്കെല്ലാവരും പാടെ എന്താ ഇക്കൊല്ലം ഇവിടെ വിഷു ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവരും പാടെ ഇന്നലെ ഇവിടെ ഇരുന്നു. ഞങ്ങൾ വിഷു ഒക്കെ ആഘോഷിച്ച് സദ്യയൊക്കെ എല്ലാവരും ഒന്നിച്ച് കഴിച്ച് അവർ വിരുന്ന് പോകേണ്ടവർ വിരുന്ന് പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട്. അമ്മയും വന്നു. അമ്മ ഇനി നാളെ പോവുള്ളൂ. അപ്പം അമ്മ കുറേ കൂട്ടുകാർ ചോദിച്ചില്ല അമ്മ എവിടെയാണ്. അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ. അനിയൻ്റെ കുട്ടിക്ക് 42 ദിവസമല്ലമ്മ, 43 ദിവസമായിട്ടുള്ളൂ. ഇനി ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവും. അതുവരെ ഇപ്പോൾ കുട്ടീനെ നോക്കാൻ ഒരാൾ വേണ്ടേ. അവളുടെ അമ്മയുണ്ട് കേട്ടോ, ഓപ്പറേഷനാണ്. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണി ഉണ്ടാവില്ലേ, അറിയില്ലേ. കുട്ടി ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടീനെ പിടിക്കാനെങ്കിലും ഒരാൾ വേണ്ടേ. അച്ചുട്ടി അങ്ങനെ ആയിരുന്നില്ല ചേട്ടാ. ആരെടുത്താലും പക്ഷെ വീട്ടിലത്തെ അമ്മ എടുത്താൽ കരച്ചിൽ മാറ്റും. വേറെ ആരും എടുത്താലും കരച്ചിൽ മാറ്റില്ല. അമ്മ എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ കരച്ചിൽ മാറ്റും. അതുകൊണ്ട് വീട്ടിലൊക്കെ ഉന്ന സമയത്തൊന്നും നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വിഷു ആഘോഷം എവിടം വരെ എത്തി? ഇപ്പം പെങ്ങളുടെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു എന്താ 3-4 ദിവസമായിട്ട് പച്ചക്കറി തന്നെ ആയിട്ട് എന്താ കുട്ടികൾക്കൊന്നും വേണ്ട എന്നുള്ളത്. നമ്മളിന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയില്ല. ഇന്ന് കുറേ ആയിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കാത്തത് കൊണ്ട് സദ്യ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയില്ലേ. കുറേ പായസം പാലട കഴിഞ്ഞു. സദ്യ നന്നാവണമെന്നല്ല ഏറ്റവും വലിയ കാര്യം അതല്ലേ. ഒരു ആഘോഷം വരുമ്പോ അപ്പൊ അതുള്ളത് എനിക്കുള്ളത് എനിക്കിത് പറഞ്ഞിട്ട് അവിടെ ഇവിടെ കണ്ടു നോക്കുന്ന പറഞ്ഞ് ഇരിക്കണെങ്കിൽ അതിൽ എന്താ ആഘോഷം ഉള്ളത്? എന്തെങ്കിലും ഉള്ളപ്പോ എല്ലാവരും കൂടെ കൂടി ഒപ്പം ഇരുന്ന് ഒപ്പം ഉണ്ടാവുമ്പോ അതൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ തന്നെയല്ലേ ചെയ്തല്ലേ. അതാണ് സന്തോഷം, അതാണ് ആഘോഷം. എല്ലാവരും പാടെ കൂടി എല്ലാവരും പാടെ ചെയ്ത് അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷുവും പോയി. എന്താ ഇനി അടുത്ത വർഷത്തെ വിഷു കാത്തിരിക്കാല്ലേ. നിങ്ങളുടെ പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റി. പടക്കാണ് പറഞ്ഞു വെച്ചാലും സദ്യയാണ് വെച്ചാലും മടയാണ് പറഞ്ഞു വെച്ചാലും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ അനിയൻ കൊണ്ടുവന്ന് വന്നിട്ട് പിന്നെ എനിക്കൊരമ്മ കൊണ്ടുവന്ന് തന്നു കേട്ടോ അടടല എന്താ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ അനിയൻ്റെ മോനുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഒപ്പം വന്നതാണ്. പിന്നെ ഞങ്ങൾ നാളെ പറഞ്ഞോടുള്ളൂ വിചാരിച്ചിട്ടാണ്. എന്താ അനിയനെന്ന് വെച്ചാൽ വിളിച്ചിട്ടും കിട്ടണില്ല അല്ലേ. നമ്മുടെ എല്ലാവരും വിഷു തിരക്കിലാവും. അപ്പോൾ വലിച്ചു നീട്ടണില്ല. ഞങ്ങളും എന്താ ഇന്ന് രാവിലെ 3:25 നീച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കും ഒന്ന് ഇരിക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.